കണ്ണൂർ ചൂട്ടാട് ഫൈബർ ബോട്ട് അപകടത്തിൽ ഗുരുതരമായി പരുക്കേറ്റ മത്സ്യത്തൊഴിലാളി മരിച്ചു. തമിഴ്നാട് പൂത്തുന്തറ സ്വദേശി ആന്റണിയാണ് മരിച്ചത്. പരുക്കേറ്റ സെൽവ ആന്റണി, ലേല അടിമൈ എന്നിവർ ചികിത്സയിലാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഗുരുതരമായി പരുക്കേറ്റിരുന്നു. വേണ്ടി വന്നാൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയേക്കും എന്നൊക്കെയുള്ളതാണ് നേരത്തെ നമ്മൾക്ക് ലഭിച്ച വിവരം. പക്ഷേ അദ്ദേഹം മരണമടഞ്ഞുവെന്ന ദുഃഖകരമായ വാർത്തയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. പയ്യന്നൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് തമിഴ്നാട് പൂത്തുന്തറ സ്വദേശിയായിട്ടുള്ള ആന്റണി മരിച്ചത്. ഈ ചൂട്ടാട് വെച്ച് നടന്ന ഫൈബർ ബോട്ട് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇന്ന് 3 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അവിടെ മണൽത്തിട്ടയിലിടിച്ച് ഈ ഫൈബർ ബോട്ട് മറിയുകയായിരുന്നു. മറ്റു 2 പേർ കൂടി, സെൽവ ആന്റണി, ലേല അടിമ, ഇവരും തമിഴ്നാട് സ്വദേശികളാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇവർക്ക് കൂടി പരിക്കേറ്റിരുന്നു. അതിൽ ഗുരുതരമായി പരിക്കേറ്റ ആളാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. അത് ആന്റണി എന്നു പേരുള്ള മത്സ്യത്തൊഴിലാളിയാണ്. ഇപ്പോൾ ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാവുന്നുണ്ട്. അഴീക്കോട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഫൈബർ ബോട്ടിലാണ് ഇവർ ഈ മത്സ്യബന്ധനത്തിനായി പോയിരുന്നത് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. ഈ പരിക്കേറ്റ 2 പേരിൽ കൂടാതെ 5 പേർ കൂടി അതിൽ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്ന പുതിയ വിവരം കൂടി ലഭിക്കുന്നുണ്ട്. നേരത്തെ ആകെ 3 പേരായിരുന്നു എന്ന വിവരമാണ് ലഭിച്ചത്. പക്ഷെ അത് അങ്ങനെയല്ല, കൂടുതൽ 5 പേരുണ്ടായിരുന്നു. പക്ഷെ 5 പേരും ഈ നാട്ടുകാർ ഈ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നീന്തി രക്ഷപ്പെട്ടിരുന്നു. മറ്റൊരു കരയുടെ ഭാഗത്താണ് നീന്തി രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അത്തരം ഒരു എണ്ണം ലഭിക്കാതിരുന്നത്. പിന്നീട് നാട്ടുകാർ രക്ഷപ്പെടുത്തിയ ആൾക്കാരാണ് ഈ 3 പേർ. അതിൽ ഈ പൂത്തുന്തറ സ്വദേശിയായിട്ടുള്ള ആന്റണിയാണ് ഇപ്പോൾ മരണപ്പെട്ടു എന്ന വിവരം കൂടി ലഭിക്കുന്നത്. പയ്യന്നൂർ ആശുപത്രിയിൽ അവിടെ എത്തിച്ചിരുന്നു. അതിനുശേഷം പരിയാരത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഈ മരണം സംഭവിക്കുകയായിരുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ സമാനമായ അപകടങ്ങൾ ഈ മണൽത്തിട്ടയിലൊക്കെ ഇടിച്ച് ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് വീണ്ടും അപകടത്തിൽ ഒരു മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ശക്തമായ കാറ്റിൽപ്പെട്ട് ഫൈബർ ബോട്ട് മറിയുകയായിരുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 5 പേരുണ്ടായിരുന്നു ബോട്ടിൽ. 2 പേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. 3 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. പക്ഷേ അതിൽ ഗുരുതരമായി പരുക്കേറ്റ മത്സ്യത്തൊഴിലാളി തമിഴ്നാട് പൂത്തുന്തറ സ്വദേശി ആന്റണി മരണമടഞ്ഞുവെന്ന ഏറ്റവും പുതിയ വിവരമാണ് അരുൺ പൂപ്പറമ്പ അറിയിച്ചത്.